ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ അടിപൊളി മുട്ട മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 8 കാടമുട്ടയും 2 കോഴിമുട്ടയുമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വേവിക്കാൻ വെച്ചു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. ഉപ്പിട്ടാൽ മുട്ട പൊട്ടത്തില്ല, അതുകൊണ്ട്. അപ്പോൾ അതെല്ലാം വെന്ത് കഴിഞ്ഞ് തൊലിയെല്ലാം പൊളിച്ചെടുത്തു. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1-2 കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് മുളക് പൊടി. ഒത്തിരി മസാലയുടെ ഒന്നും ആവശ്യമില്ല, എല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടേച്ചാൽ മതി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച പൊടിയും പിന്നെ വേണ്ടത് കുറച്ച് മീറ്റ് മസാലയാണ്, ചിക്കൻ മസാലയല്ല. മീറ്റ് മസാലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് തട്ടുകടയിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടത്തില്ലേ, അങ്ങനത്തെ ഒരു റെസിപ്പി ആട്ടോ. പെരിഞ്ചീരകം അത്ര നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടാണ് ചതച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയേ. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാല ഒരു കാരണവശാലും മൂത്ത് പോകരുത്, അപ്പോൾ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് മസാല മൂത്ത് പോകാതെ നമ്മൾ മാക്സിമം നോക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ 8 കാടമുട്ടയും 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് തന്നെ മസാലയാക്കി എടുക്കാം. ഞാൻ ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ മുട്ടയിലേക്ക് ആ മസാല എല്ലാം പിടിക്കണം. കോഴിമുട്ട ഞാൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. വരഞ്ഞെടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചോളും. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ മസാലയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നിങ്ങളിത് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. 4 മണിയൊക്കെ ആകുമ്പം ചായയുടെ കൂടെ ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഒരു ലുക്കില്ലേ, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണേ. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.